ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാമികയുടെ കുറച്ച് ഡ്രസ് കളക്ഷൻസ് ആണ്. കുറച്ച് പേർ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു വാമികയുടെ ഡ്രസ് കളക്ഷൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ വിചാരിച്ചു ഇന്ന് അതിനായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. ഒരുപാട് ബേബി ഗേൾസൊക്കെയുള്ള അമ്മമാർക്ക് നല്ല നല്ല ഡ്രസ്സസൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കിയൊക്കെ നടത്താൻ ഇഷ്ടമാണ്. അത് എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വാമിക്ക് സെലക്റ്റീവായിട്ട് മേടിച്ച കുറച്ച് ഡ്രസ്സസ് ഇന്ന് കാണിക്കാൻ പോവുകയാണ്. അതിൽ ഫെസ്റ്റീവ് വെയേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വിയേഴ്സും ഉണ്ട്, നല്ല കോട്ടൺ ഡ്രസ്സസും. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡ്രസ് കളക്ഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഫസ്റ്റ് നമ്മൾക്ക് കുറച്ച് ട്രഡീഷണൽ കളക്ഷൻസ് കാണാം വാമിയുടെ. ഇപ്പോൾ ട്രഡീഷണൽ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും ഇപ്പോൾ പോയി മേടിക്കുന്നവരാണ്. പക്ഷെ ഞാൻ പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം പേജസിൽ നിന്നാണ് കുറച്ച് വാമിക്ക് ട്രഡീഷണൽ വെയേഴ്സൊക്കെ മേടിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജസ് മാത്രമല്ല, ഞാൻ ഓൺലൈനായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മേടിക്കുന്ന സ്റ്റോർ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രൈ ആണ്. ഫസ്റ്റ് ക്രൈയിൽ നിന്നും നമ്മളിപ്പോൾ ഔട്ട്ലെറ്റും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈ ഓൺലൈൻ ആപ്പും ഉണ്ട്. മിക്കവാറും സ്റ്റോറിൽ പോയല്ല എടുക്കാറ്, മിക്കവാറും ഫസ്റ്റ് ക്രൈ ആപ്പിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറച്ചധികം പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ക്രൈ ആപ്പ് തന്നെയാണ്. ഇപ്പോൾ ട്രഡീഷണൽ വെയർ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കേരളൈറ്റ്സ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കസവ് ടൈപ്പ് ഡ്രസ്സസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ച ഒരു കസവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വെയർ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്കേർട്ടും ടോപ്പും ആയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് എൻക്വയറീസ് വന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് നല്ലൊരു ഗോൾഡൻ വ്യൂവാണ് വരുന്നത്. ചെറിയ ചെറിയ വ്യൂസ് വരുന്നുണ്ട്. ലൈറ്റ് ക്രീം ഷെയ്ഡാണ്, അതുപോലെ തന്നെ ചെറിയ ഗോൾഡൻ വ്യൂ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഇനി സ്കേർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല സ്ട്രൈപ്സ് ഉള്ള നല്ലൊരു സ്കേർട്ടാണ്. ഇത് നല്ല കോട്ടൺ ഡ്രസ്സാണ് കേട്ടോ. ഈ സ്കേർട്ടിൻ്റെ കൂടെ തന്നെ ഒരു ദുപ്പട്ടയും കൂടെ അറ്റാച്ച്ഡ് ആണ്. ഇത് ഒരുപാട് എൻക്വയറീസ് വന്നതാണ്. ഇത് ഞാൻ ഓൺലൈൻ ആപ്പായ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ചതാണ്. ഗുരുവായൂർ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഡ്രസ്സ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്. അപ്പോൾ ഇത് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് ആണ് വന്നത്. നല്ല കംഫർട്ടബിൾ ഡ്രസ്സാണ്. ഈ ഒരു അറ്റാച്ച്ഡ് ദുപ്പട്ട ഈ ഒരു ടോപ്പിലേക്ക് നമ്മൾ ടക്കിൻ ചെയ്യാനായിട്ട് ഒരു പോർഷൻ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 100% കോട്ടൺ ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ വെയർ ആണ്. ഇത് ഒരുപാട് എൻക്വയറീസ് വന്നതാണ്. അപ്പോൾ ഇതിൽ വാമിയുടെ വീഡിയോ ദേ ഇവിടെ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം ബുട്ടീക്ക് പേജിൽ നിന്ന് മേടിച്ചാണ്. എസ്പെഷ്യലി കിഡ്സിനാണ് ഇവ ചെയ്യുന്നത്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതും ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ വിഷുവിന് മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെൻ്റെ ഇഷ്ടപ്രകാരം കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ്. ട്രഡീഷണൽ വെയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ഇത് കാണും, പാവാട ബ്ലൗസ് ഇങ്ങനെയായിരിക്കും നമ്മളെ കുട്ടികൾക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രോക്ക്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് ഒരു ഷറാറ പോലെ ചെയ്യാമെന്ന്. അതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത്. പാൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു ടോപ്പും വരുന്നുണ്ട്. ഇതിൻ്റെ പാറ്റേൺ ഏകദേശം മുൻപ് കാണിച്ച ആ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ പോലെയാണ്. സ്ട്രൈപ്സ് ആണ് വരുന്നത്. ഇപ്പോൾ സ്ട്രൈപ്സ് ട്രെൻഡിങ് ആണ്. അപ്പോൾ സ്ട്രൈപ്സ് ആണ് ഇവിടെ വരുന്നത്. ഈ എംബ്രോയ്ഡറി വർക്കൊക്കെ അവർ ചെയ്യുന്നതാണ് കേട്ടോ. എംബ്രോയ്ഡറി വർക്കും പിന്നെ ഈ സ്ട്രൈപ്സൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല 100% കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പ്. ഇത് എനിക്ക് ഷറാറ പോലെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ബുട്ടീക്ക് ഓണറിനോട് ഞാനിത് പറഞ്ഞ് ചെയ്യിച്ചതാണ് ഷറാറ പോലെ. അപ്പോൾ എനിക്കെന്തോ ഇത് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യിച്ചതാണ്. ഇതും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെയറാണ്. ഇതെനിക്ക് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി തോന്നിക്കാനായിട്ട് ചെയ്യിച്ചാണ്. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ആ ബുട്ടീക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ആ ബുട്ടീക്കിൽ നിന്ന് വേറൊരു ഡ്രസ്സും കൂടെ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. പാലക്കാടാണ് ഇപ്പോൾ ആ ഡ്രസ്സ്, അതുകൊണ്ട് ഞാനതിൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ വീഡിയോ കൊടുത്തേക്ക് 2 പിക്സ് ഞാൻ ആഡ് ചെയ്തേക്കാം. തേർഡ് വൺ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ട്രഡീഷണൽ വെയറിൽ നമ്മൾ അടുത്ത ഫേവറേറ്റ് ആയിട്ടുള്ളത് എപ്പോഴും പട്ടിൻ്റെ ആ ഒരു ഡ്രസ് പാറ്റേൺസ് ആയിരിക്കും. അപ്പോൾ പട്ടിൻ്റെ ഇതും ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ചെയ്യിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. ഇത് വളരെ കംഫർട്ടബിൾ ആണ്. വേറെ സാധാരണ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ പട്ട് പാവാടയോ ടോപ്പോ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്യുമ്പോൾ വളരെ ഡിസ്കംഫർട്ട് ആവാറുണ്ട്. ഇതും ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഞാനിത് കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചതാണ്. എനിക്ക് പേഴ്സണലി ഒരു സജഷൻ ഉണ്ടായിരുന്നു, ഈ കുട്ടിക്ക് അധികം ചൂടൊന്നും എടുക്കാൻ പാടില്ല, അങ്ങനത്തെ രീതിക്ക് ചെയ്യിപ്പിക്കണമെന്നൊരു സജഷൻ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊരു ഡിസൈനിലോട്ട് വന്നു. ഈ ഒരു ഫ്രോക്ക് വെയർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു
കോട്ടും കൂടെ ഇട്ട് കൊടുക്കണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും അതുപോലെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അവർ എംബ്രോയ്ഡറി വർക്കും ചെയ്യാറുണ്ട്, പ്രിൻറ്റ് വർക്ക്സും അവർ ചെയ്യാറുണ്ട്. ഇത് നല്ല ബീഡ്സൊക്കെ വെച്ചിട്ട് ഒരു നല്ല ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കും ഇട്ട് കൊടുക്കാം നമ്മൾക്ക്. അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുകൂടെ ഈ ഒരു കോട്ടും ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈ വരുന്നുണ്ട് ഇവിടെ. ഈ ഒരു ടൈ നമ്മൾക്ക് എടുത്തതിന് ശേഷം ഈ ഒരു ഫ്രോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു കോട്ട് കൂടെ വേറെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്കതൊരു നല്ലൊരു എന്താ പറയുക, ഒരു പട്ട് പാവാടയും ബ്ലൗസും ഇട്ട ഒരു ഫീലാണ്. അല്ലാതെയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ചൂടെടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു കോട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതും ഇൻസ്റ്റാഗ്രാം ബൊട്ടീക്ക് പേജിൽ നിന്നാണ് മേടിച്ചത്. ഈ പേജിനോട് എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബിക്കോസ് വാമിയുടെ വിദ്യാരംഭ സമയത്ത് നമ്മൾക്ക് ഈ ഒരു പേജിൽ നിന്ന് ഒരു ഡ്രസ്സ് അയക്കുകയുണ്ടായി. അത് വളരെ അധികം എൻക്വയറീസ് വന്ന ഒരു ഡ്രസ്സ് തന്നെയാണ്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതും പാലക്കാടാണ്. പക്ഷെ ഞാൻ അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം. നിങ്ങളെല്ലാവരും ആ വിദ്യാരംഭ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതൊരു സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് വന്നത്. അതിൻ്റെ ടോപ്പിലാണ് ഈ ഒരു സരസ്വതിയുടെ പ്രിൻ്റ് വരുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഈ ഒരു പേജാണ് നമ്മൾക്ക് ഈ ഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ബൊട്ടിക് പേജ് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം ബൊട്ടിക് പേജസ് വഴി നമ്മളിപ്പോൾ ഡ്രസ്സസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്കൊരു ബെനിഫിറ്റ് എന്ന് പറയാം, നമ്മൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു സജഷൻസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ വേറെ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ഈ പാറ്റേൺ തന്നെ ഒരു ഷറാറ പാറ്റേൺ ചെയ്യുമ്പോൾ അത് ഡിഫറെൻറ്റ് മോഡലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് സജഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു പട്ട് ഡ്രസ്സ് തന്നെ നമ്മൾക്ക് കുഞ്ഞിനധികം ചൂടെടുക്കാനും പാടില്ല, കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ ആ ഒരു സജഷൻ വഴി നമുക്ക് ഇപ്പം പുറത്തുനിന്ന് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതും അതുപോലെ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് പ്രിൻറ്റ് വർക്ക്സോ എംബ്രോയ്ഡറി വർക്ക്സോ ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇൻസ്റ്റാഗ്രാം പേജസ് ആണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾക്കിപ്പോൾ കുട്ടികൾക്ക് നെറ്റ് ഫ്രോക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒരുക്കി നടത്താനൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന നെറ്റ് ഫ്രോക്സിനൊക്കെ നമ്മൾക്ക് ഭയങ്കര ചൂടായിട്ട് കുട്ടി അൺകംഫർട്ടബിൾ ആയിരിക്കും. എനിക്കിപ്പോൾ അങ്ങനത്തെ ഫ്രോക്ക് എൻ്റെ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് നടക്കുന്ന അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓൺലൈൻ ആപ്പിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച 2 ഡ്രസ്സസാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഞാൻ മേടിക്കുന്ന ഈ ഒരു കളർ ഡ്രസ്സാണ്. ഈ ഒരു സീ ഗ്രീൻ കളർ ഡ്രസ്സാണ് ഞാൻ മേടിക്കുന്നത്. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത് ഇത്രയും നല്ലൊരു ഡ്രസ്സാണെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ വേറൊരു കളർ പാറ്റേൺ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ കൂടെ മേടിച്ചു. ഇത് ടോഫി ഹൗസ് എന്ന ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. ടോഫി ഹൗസ് ഫസ്റ്റ് ക്രൈയിലെ ടോഫി ഹൗസ് ബ്രാൻഡാണ് ഇതിൻ്റെ ബ്രാൻഡ്. ഇതെനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്, ഇതൊരു കോട്ടൺ പാറ്റേൺ കൊടുത്തിട്ട് പുറത്തൊരു നല്ല ഒരു നല്ലൊരു സോഫ്റ്റ് നെറ്റാണ് ഇതിൽ വരുന്നത്. അത്രയ്ക്ക് നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് അങ്ങനെ ചൂടെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്. ഇതിൻ്റെ ഫസ്റ്റ് കളർ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഒരു സീ ഗ്രീൻ ആണ്. രണ്ടും ഒരേ പാറ്റേൺ ആണ്. രണ്ടും ഒരേ പാറ്റേണിൽ വരുന്ന ഈ ഡ്രസ്സിൽ ഇവിടെ ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സീക്വൻസ് കൊടുത്തിട്ട് ഇത് ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഒരു ഫുൾ സ്ലീവ് ലെങ്ത് ആയിട്ടാണ് വരുന്നത്. പിന്നെ സ്ലീവിൽ ഒരു ചെറിയൊരു എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കപ്പ് സ്ലീവ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് അത് ഇടുന്നത് കാണാൻ. ഈ ഒരു സീ ഗ്രീൻ കളർ വാമിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഈ സീ ഗ്രീൻ കളർ മിക്കവാറും വാമിയുടെ ഡ്രസ്സസ് എന്ന് പറയുന്ന ഒരു പിങ്ക് കളർ ഷെയ്ഡിലാണ് വരുന്നത്. അധികം ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്റ്റീവായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഏറെക്കുറെ കുറച്ച് പിങ്ക് ഷെയ്ഡായാലും എങ്ങനെയെങ്കിലും കയറി വരും. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ സീ ഗ്രീൻ കളർ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ചൂസ് ചെയ്തപ്പോഴത്തേക്ക് ഈ 2 കളർ പാറ്റേൺസ് ആണ് അതിൽ അവൈലബിളായി കാണിച്ചത്. ഇത് ചൂസ് ചെയ്ത് വാങ്ങിച്ചപ്പോഴത്തേക്കും ഇത് വന്നപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് കളർ കൂടെ മേടിച്ചു. രണ്ടാമത് ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെയിം പാറ്റേൺ വിത്ത് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതിലും അതുപോലെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഒരുപാട് എൻക്വയറീസ് എന്ന ഒരു ഡ്രസ്സാണ് ഇത്. വി ഡിസൈനുള്ള ഒരു ഫ്രോക്കാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്
ഇത് ഈ ഒരു പൗച്ച് പോലെ അവർ ജസ്റ്റ് ഒന്ന് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് വളരെ ഫേവറേറ്റ് ആണ്. ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്രിൽ വർക്ക്സൊക്കെ കൊടുത്തിട്ട് കപ്പ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതുപോലെ എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഡ്രസ്സാണ്. അതുപോലെ ഇവിടെ ഒരു എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇത് 100% കോട്ടൺ ആണ്. ഇതും ബ്രാൻഡ് എന്ന് പറയുന്നത് ബേബി ഹഗ് ബ്രാൻഡാണ്. വാങ്ങിക്കുള്ള മിക്ക ഡ്രസ്സസും ബേബി ഹഗ്, ടോഫി ഹൗസ്, മാർക്ക് ആൻഡ് മിയ, അതുപോലെ എന്താ പറയുക, മിക്കതും ബേബി ഹഗ്ഗാണ് ഞാൻ മേടിക്കാറുള്ളത് അവൾക്ക്. ഇതാണ് ലവ് ലാപ്പിൻ്റെ ഗാലക്സി കൺവേർട്ടബിൾ കാർ സീറ്ററിൻ്റെ ഓവർവ്യൂ. ഏത് കാർ സീറ്റർ ആണെങ്കിലും അത് എപ്പോഴും നമ്മൾ കാറിൻ്റെ പിൻവശത്ത് മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആയ ലവ് ലാപ്പിൻ്റെ ഗാലക്സി കാർ സീറ്റർ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് ഒരു 9 തൊട്ട് 18 കിലോ വരെയുള്ള കുട്ടികൾക്ക് ഫോർവേഡ് ഫേസിംഗ് ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യാം നമ്മൾക്ക്. അതുപോലെ തന്നെ റിയർവേർഡ് ഫേസിംഗ് ആയിട്ട് ഒരു 13 കിലോ വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കഴുത്ത് അത്ര ഉറച്ചതല്ല. അപ്പോൾ റിയർവേർഡ് ഫേസിംഗ് കുഞ്ഞുങ്ങൾക്ക് നല്ല സേഫ്റ്റി എൻഷുർ ചെയ്യും. ബേബി സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന 5 പോയിന്റ് സേഫ്റ്റി ഹാർനസ് ആണ് ഇതിൻ്റെ മറ്റൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഹാർനസ് സിസ്റ്റം അഡ്ജസ്റ്റബിൾ ആണ്. ഒരു സേഫ്റ്റി സീറ്റ് ബക്കിൾ കൊടുത്തിട്ടുണ്ട്. 2 മെറ്റൽ ബക്കിൾ പോലെ അത് വരുന്നത്. അത് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നത് ആണ് അതിന് ക്ലിയർ ആയിട്ട് നമ്മൾ ബക്കിൾ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നതിൻ്റെ സൂചന. അതുകൂടാതെ സോഫ്റ്റ് ആൻഡ് ഡീപ്പ് പാഡഡ് സീറ്റിങ്ങും കുഞ്ഞിന് നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാർ സീറ്റിന് 3 റീക്ലൈനിങ് പൊസിഷൻ ഉണ്ട്. അത് നമുക്ക് കുഞ്ഞിൻ്റെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 3 പൊസിഷൻ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഹാർനസ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു കാർ സീറ്റിൽ തന്നെ ഒരു അഡ്ജസ്റ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു മെറ്റൽ സ്ലോട്ട് ഉണ്ട്. അത് റിമൂവ് ചെയ്തിട്ടാണ് ഈ സ്ട്രാപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്ട്രാപ്പ് തിരിച്ച് നമ്മൾ മെറ്റൽ സ്ലോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ എളുപ്പമാണ്. കാർ സീറ്റ് ബെൽറ്റ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലവ് ലാപ്പിൻ്റെ കാർ സീറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹെഡ് റെസ്റ്റിന് മുകളിൽ തന്നിരിക്കുന്ന സ്ലോട്ടിലൂടെ ഇടുക. അതിനുശേഷം നമ്മുടെ ലാപ്പ് ബെൽറ്റും അതുപോലെ തന്നെ അവിടെ ബേസിൽ ഒരു സ്ലോട്ട് തന്നിട്ടുണ്ട്. അതിലും കൂടെ ഇട്ടതിന് ശേഷം ഒരുമിച്ച് കാറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ലോട്ടിലേക്ക് ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ റീവേർഡ് പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാറിൻ്റെ സീറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഈ സീറ്റ് ഘടിപ്പിച്ചതിന് ശേഷം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ റെഡ് സ്ലോട്ടിലൂടെ ഒരു ഡയഗണൽ ഫാഷൻ രീതിക്ക് എടുത്തതിന് ശേഷം ബക്കിളിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും ബേബി പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഹൈജീനിലാണല്ലേ. സോ ഈ കാർ സീറ്റ് കവർ റിമൂവബിൾ ആൻഡ് വാഷബിൾ ആണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കഫ്താനാണ്. ഇതും ഒരുപാട് എൻക്വയറീസ് വന്ന ഡ്രസ്സാണ്. മാംഗ്ലൂരിൽ വാങ്ങിയ വിദ്യാരംഭത്തിന് കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇട്ട ഒരു ഡ്രസ്സാണ്. ഇത് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് മേടിക്കുമ്പോഴത്തേക്കും. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഒരു 100% കോട്ടൺ ആണ്. പിന്നെ ത്രെഡ് വർക്കാണ് കേട്ടോ. ഇത് ഫുള്ളും ത്രെഡ് വർക്കാണ്, പ്രിൻ്റ് അല്ല. ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡും താഴെ ബോട്ടം പോർഷനും അതുപോലെ ഈ സൈഡും ഫുൾ ത്രെഡ് വർക്കാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നുണ്ടോ, ഇതൊരു എലാസ്റ്റിക് ബാൻഡോട് കൂടിയാണ് വരുന്നത്. പിന്നെ കഫ്താൻ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വളരെ കംഫർട്ടബിളാണ്. കഫ്താൻ മാമിക്ക് ഒരു 3 ഇതും കൂടെ കൂട്ടിയിട്ട് ഒരു 3 കഫ്താനുണ്ട്. എനിക്കിഷ്ടമാണ് കഫ്താൻ ഇട്ട് കൊടുക്കാൻ. അതുകൊണ്ട് ഇതൊരു വെറൈറ്റി അല്ലേ, കുഞ്ഞിനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മേടിച്ചാണിത്. നല്ലൊരു സൂപ്പർ കംഫർട്ടബിൾ ഡ്രസ്സാണ്. എനിക്ക് ബീച്ച് സൈഡിലോട്ടൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു വൈബിങ് മൂഡില്ലേ, അതിന് വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ ഇത്.
ഒരു ഹുഡി ഷർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ട്രൗസറും ഉണ്ട്. ഇതാണ് ട്രൗസേഴ്സ്, ഇതാണ് ആ ഹുഡി ഷർട്ട്. കണ്ടോ, ഒരു ഹുഡുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ച് സൈഡിൽ പോകുമ്പോഴത്തേക്കും വൈബ് ചെയ്യാനായിട്ട് മേടിച്ചാണിത്. ഇനി കാണിക്കാൻ പോകുന്നത് വാമിയുടെ കുറച്ച് ബ്ലാക്ക് ഡ്രസ് കളക്ഷൻസ് ആണ് കേട്ടോ. ബ്ലാക്ക് ഡ്രസ്സസ് അധികം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും, പക്ഷേ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ഇത്. ഞാൻ മൈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ക്ലോത്തിങ് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ലുലു മോൾ പർച്ചേസിന് പോയപ്പോഴത്തേക്കും അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ വലിയ സൈസും ഒക്കെ അവൈലബിൾ ആണ്, ജെൻസിനൊക്കെ ഉള്ളത് അവൈലബിൾ ആണ്. ഇത് എനിക്ക് വളരെ ക്യൂട്ടായിരുന്നു. ക്യൂട്ടല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ട്രഡീഷണൽ ഇതുപോലത്തെ പ്രിൻസൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇതിലൊരു കഥകളിയും അതുപോലെ തെയ്യത്തിൻ്റെ പ്രിൻ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾക്കിപ്പോൾ വാഷ് ചെയ്യുമ്പോൾ കെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. കാരണം പ്രിൻസൊക്കെ പെട്ടെന്ന് പോകാതിരിക്കാൻ ഹാർഡ് വാഷ് ഒന്നും പാടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് കളക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡ്രസ്സാണ്. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതാണ്. ഇതിലൊരു ചെറിയ ടോപ്പ് വരുന്നുണ്ട്. ഇതൊന്ന് ക്രോപ്പ് ടോപ്പ് പോലെയാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ കുഞ്ഞൊരു ടോപ്പ് പോലെയാണ്. ഇതിലൊരു ചെറിയൊരു ഫ്ലവറിൻ്റെ, ഡേസി ഫ്ലവറിൻ്റെ പ്രിൻ്റ് ഉണ്ട്. സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ, ഇത് കോട്ടൺ ആണ്. അതുപോലെ ഈ പാൻസ് എന്ന് പറയുന്ന ജോഗർ ടൈപ്പിൽ അവർ ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ പാൻറ്റാണ്. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് കണ്ടോ, ഒരു റോസ് ആൻഡ് കോളംസ് പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ 2 പോക്കറ്റ്സ് ഉണ്ട്. നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾക്ക് ബ്ലാക്ക് ടീഷർട്ടിൻ്റെ കൂടെ അതുപോലെ വൈറ്റ് ടീഷർട്ടിൻ്റെ കൂടെ വേറെ എന്ത് ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ ആയിട്ട് പോകുന്നതാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതാണ് ഞാൻ സെലക്ട് ചെയ്ത മെയിൻ കാരണം. ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടർട്ടിൽ നെക്ക് പാറ്റേണിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ ഹോപ്പ് സ്കോച്ച് എന്ന് പറയുന്ന ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണിത്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കാരണം കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾക്ക് സ്ലീവൊന്നുമില്ല, അത് നല്ല കംഫർട്ടബിളാണ്. ഇതെനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ബ്ലാക്കൊക്കെ ഇങ്ങനത്തെ ടർട്ടിൽ നെക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്ലാക്കിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് പാൻറ്റ് ഇടുമ്പോഴും ബ്ലാക്കിൻ്റെ കൂടെ ബ്ലാക്ക് പാൻറ്റ് ഇടുമ്പോഴും കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോയിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡ്രസ്സാണ്. ടർട്ടിൽ നെക്കുള്ള ഈ ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾക്കിപ്പോൾ സ്കേർട്ട് ആണെങ്കിലും അതുപോലെ ജോഗോ പാൻസ് ആണെങ്കിലും ജഗിൻസ് ആണെങ്കിലും അതുപോലെ പല്ലാസോ പാൻസ് ആണെങ്കിലും വെയർ ചെയ്യാൻ വളരെ സ്റ്റൈലിഷ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്ത്. ഇതിട്ടിട്ട് ഞാൻ ഡിഫറെൻറ്റ് സ്റ്റൈൽ വാമിക്ക് കൊടുക്കാറുണ്ട്. പല്ലാസോ പാൻറ്റും അതുപോലെ ജഗിൻസോ അല്ലെങ്കിൽ ജീൻസ് പാൻറ്റോ അതുപോലെ ജോഗേഴ്സോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഞാനൊരു പാൻറ്റ് കാണിക്കും. ഇതൊരു പല്ലാസോ പാൻറ്റാണ്. കണ്ട ഡെനിം എന്ന് തോന്നുമെങ്കിലും ഇത് ഡെനിം മെറ്റീരിയൽ അല്ല, ഇതൊരു ലൈക്ര എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതും അതുപോലെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഈ കുട്ടികൾക്ക് ജീൻസ് പാൻറ്റ് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്ന പാരൻസ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കുമ്പോഴത്തേക്ക് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചാലും പുറത്ത് പോയി മേടിക്കുമ്പോഴും നമ്മൾ നോക്കുക ഡെനിം അല്ലാത്ത മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലാണ് കോട്ടൺ പാൻസ്. അതുപോലെ തന്നെ ലൈക്ര എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ. പിന്നെ കോട്ടൺ പാൻറ്റ് തന്നെ വരുന്നുണ്ട്, ഈ ഒരു ഷെയ്ഡിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കോട്ടൺ പാൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓൺലൈൻ ഞാൻ പർച്ചേസ് ചെയ്ത ആ ഒരു ഫസ്റ്റ് ക്രൈ ആപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൈക്ര പാൻസ്, കോട്ടൺ പാൻസ്, ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ മിക്കവാറും സെലക്ട് ചെയ്യുന്നത് അങ്ങനത്തെ മെറ്റീരിയലാണ്. ഇത്രയേ ഉള്ളൂ വാമി ഡ്രസ് കളക്ഷൻസ്. കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സസ് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാണിച്ച ഡ്രസ്സസിലൊക്കെ ഞാൻ ബൊട്ടിക്സിൻ്റെ പേരും ലിങ്ക്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഇതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് അയച്ചിരുന്നതാണ്, അല്ലെങ്കിൽ പേജിൻ്റെ ലിങ്ക് അയച്ചിരുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.